മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. മായാദേവി എഴുതുന്ന നോവൽ പൊന്നുരുകും പൂക്കാലം, അധ്യായം 39. കഥ ഇതുവരെ. 10 വർഷത്തെ പ്രണയത്തിനും കാത്തിരിപ്പിനും ശേഷം വിവാഹിതരായതാണ് അഞ്ജലിയും ഉദയനും. കടബാധ്യത വന്ന് നാടുവിട്ട ഉദയൻ ഊട്ടിയിൽ ലാലിച്ചൻ എന്നയാളുടെ എസ്റ്റേറ്റ് മാനേജരാണിപ്പോൾ. ലാലിച്ചന് മക്കളില്ല. ഭാര്യ സെലീനയ്ക്കാണ് കുഴപ്പം. അഞ്ജലിയുടെ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്ത് ലാലിച്ചനോട് ലക്ഷങ്ങൾ വാങ്ങി അവർ കടം വീട്ടി. അഞ്ജലിയുടെ അണ്ടമാണ് ഗർഭധാരണത്തിന് ഉപയോഗിച്ചത് എന്ന കാര്യം അവർ മറച്ചുവച്ചിരുന്നു. പിന്നീട് ആ രഹസ്യം അറിഞ്ഞ ഉദയൻ ലാലിച്ചനുമായി കലഹിക്കുന്നു. ഒരു ഡൈയിങ് പേഷ്യൻ്റായ സെലിൻ മരിച്ചാൽ അഞ്ജലിയും ലാലിച്ചനും ഒന്നാകുമെന്നാണ് ഉദയൻ്റെ പേടി. കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ഉദയൻ ആവശ്യപ്പെട്ടതോടെ അഞ്ജലി നാടുവിടുന്നു. ഉദയനും അഞ്ജലിയും ചേർന്ന് കുഞ്ഞിനെ അബോർട്ട് ചെയ്തുവെന്ന് ലാലിച്ചൻ പറഞ്ഞത് കേട്ട് സെലീന തളർന്നു വീണു. കൂടെ ജോലി ചെയ്യുന്ന സുനന്ദ എന്ന യുവതിയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് ഉദയൻ വീട്ടിൽ കൊണ്ടുവരുന്നു. അഞ്ജലി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. തുടർന്ന് കേൾക്കുക. പാതിയടഞ്ഞ മിഴികളോടെ അനിർവചനീയമായ അനുഭൂതിയിൽ ലയിച്ച് അവളിരുന്നു. അവളുടെ മടിത്തട്ടിൽ കിടന്ന് കുഞ്ഞ് പാല് കുടിക്കുകയാണ്. കുഞ്ഞിന്റെ ചുവന്ന തുടുത്ത പാദങ്ങൾ അവൾ കൈക്കുമ്പിളിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവൾ ഭർതൃമതിയാണ്. അവൾ ഒരു കുഞ്ഞിന്റെ പെറ്റമ്മയാണ്. എന്നാൽ അവൾ കന്യകയുമാണ്. ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കിയപ്പോൾ അഞ്ജലിയുടെ ഉള്ളു വിങ്ങി. കുറച്ചു സമയം മാത്രമേ നിന്നെ സ്വന്തമാക്കി വെക്കാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കുള്ളൂ. നാളെ നീ അമ്മയ്ക്ക് ആരുമല്ലാതാവും. സറോഗേറ്റ് മദർ എന്നാണ് അമ്മയുടെ വിളിപ്പേര്. നെഞ്ചു പൊട്ടിയാണെങ്കിലും നിന്നെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ചാരിതാർത്ഥ്യമുണ്ട്. നിന്നെ ഈ ഭൂമിയിൽ എത്തിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം. വാതിൽ തുറന്ന് മെഡിസിൻ്റെ കിറ്റുമായി ദിയ അകത്തേക്ക് വന്നു. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കോളത്തിൽ ലാലിച്ചനെന്നാ പൂരിപ്പിച്ചു കൊടുത്തത്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടതല്ലേ? മെഡിസിൻ കിറ്റ് ടേബിളിൽ വെച്ചിട്ട് ദിയ അടുത്ത് വന്നു. അത് ശരിയല്ലേ? അഞ്ജലി അനുകൂലിച്ചു. കുഞ്ഞ് പാലുകൂടി നിർത്തി. മാഡത്തിൻ്റെ കുറേ ശകാരം ഞാൻ കേട്ടു. ഡേറ്റായിട്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാതിരുന്നിട്ടാ. മലമുകളിലെ വീടെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ അത് അടി തപ്പിയത്. ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെയെല്ലാം വീട്ടിൽ വെച്ചായിക്കൂടെ എന്നാ മറ്റുള്ളവരുടെ ചോദ്യം. കുഞ്ഞിനെ ദിയ ശ്രദ്ധയോടെ എടുത്തു. ദിയമോളോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കുഞ്ഞിനെ നോക്കി അഞ്ജലി പറഞ്ഞു. അതിന് അഞ്ജലി ചേച്ചിയോടല്ലേ നന്ദി പറയേണ്ടത്? ഞങ്ങൾക്ക് കാണപ്പെട്ട ദൈവമാ ലാലിച്ച മുതലാളി. ഞാനൊരു നേഴ്സ് ആയത് തന്നെ ആ വലിയ മനുഷ്യന്റെ കൃപ കൊണ്ടാ. ലാലിച്ചനും സെലീന ചേച്ചിയും ഇപ്പൊ എവിടെയുണ്ടെന്നറിയാമോ? ഞാൻ എങ്ങനെ അറിയാനാ? അമ്മച്ചിക്കും അറിയില്ല. ത്രേസി ചേച്ചി എപ്പോഴാ വരുന്നത്? ഇന്നലെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ വരാനാ പറഞ്ഞത്. ബെഡിൽ കിടത്തിയ കുഞ്ഞിന്റെ മുഖത്തേക്ക് അഞ്ജലി നോക്കി. എങ്ങനെ ഞാൻ എൻ്റെ മോളെ ലാലിച്ചിന് വിട്ടുകൊടുക്കും? ഇനി ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യമുണ്ടായാലും എൻ്റെ കുഞ്ഞിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. ഛായ പറയാൻ പറ്റിയില്ലെങ്കിലും അഞ്ജലി ചേച്ചിയുടെ തനി പകർപ്പാവും മോള്. മൂക്ക് കണ്ടാൽ അറിയാം. ദിയ അരുമയോടെ കുഞ്ഞിന്റെ മൂക്കിൽ സ്പർശിച്ചു. ചുരുട്ടിപ്പിടിച്ച 2 കൈകളും മുകളിലേക്ക് ഉയർത്തി കുഞ്ഞൊന്ന് തുള്ളി. കുഞ്ഞിനെ കൈമാറിയാലുടൻ ചേച്ചി പോവില്ലേ? ദിയയുടെ ആ ചോദ്യം ഇടുത്തി പോലെ അഞ്ജലിയുടെ കാതുകളിൽ വീണു. ഉദയേട്ടനൊരു ഇഷ്ടക്കേട് തോന്നിയിട്ടുണ്ടെങ്കിലും അഞ്ജലി ചേച്ചി കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. എല്ലാത്തിനും കാരണക്കാരൻ ഉദയേട്ടനല്ലേ? ഞാൻ തിരിച്ചു പോകില്ലെന്ന പേടിയായിരുന്നു ഉദയേട്ടനുണ്ടായത്. ഉദയേട്ടനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ മോളെ. ഈ കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ഉപേക്ഷിക്കാൻ ഒരമ്മയ്ക്ക് മനസ്സ് വരില്ല. കുഞ്ഞിൽ നിന്ന് കണ്ണെടുക്കാതെ അഞ്ജലി വിങ്ങിക്കരഞ്ഞു. ദിയയുടെ മുഖത്ത് ഉത്കണ്ഠ തുടിച്ചു. പക്ഷേ എനിക്കെന്റെ വാക്കു പാലിച്ചേ തീരൂ. എന്റെ മനസ്സിൽ ഉദയേട്ടനുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കണം. ദിയയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ചെന്ന് സെല്ലെടുത്തു. അമ്മച്ചിയാ, താഴെ എത്തിയിട്ടുണ്ടാവും. അവൾ കോൾ എടുത്തു. അമ്മച്ചി എത്തിയോ? ഞാനിവിടെ ആശുപത്രിയുടെ മുന്നിലുണ്ട്. അമ്മച്ചി അവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാം. കോള് കട്ട് ചെയ്തിട്ട് ദിയ വാതിൽ തുറന്ന് പുറത്തുപോയി. ഇനി അധിക ദിവസം മോള് അമ്മയ്ക്കൊപ്പം ഉണ്ടാവില്ല. അഞ്ജലി കുഞ്ഞിന്റെ നെറ്റിയിൽ മുത്തി. നിന്റെ അച്ഛൻ പോലും നിന്നെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ? ഇനി നിന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയുമോ? നിന്നെയും കൊണ്ട് എവിടേക്കെങ്കിലും ഓടിപ്പോകാനും പറ്റില്ല. ഞാൻ എന്തു ചെയ്യും മോളെ? ചുണ്ടുകൾ കടിച്ചമർത്തി അഞ്ജലി കരഞ്ഞു. വാതിൽ തുറക്കുന്നതറിഞ്ഞ് അവൾ കണ്ണുകൾ തുടച്ചു. എവിടെ ലാലിച്ചൻ മുതലാളിയുടെ കൊച്ച്? കൊച്ചു ത്രേസിക്ക് മുമ്പേ അവരുടെ സ്വരമെത്തി. അകത്തേക്ക് കൊച്ചു ത്രേസിയും ദിയയും വന്നു. അഞ്ജലി ഒന്ന് നോക്കുകൂടി ചെയ്യാതെ കൊച്ചു ത്രേസി കുഞ്ഞിന്റെ മുന്നിൽ ചെന്ന്
അത്ഭുത സ്തബ്ധയായി നിന്നു. ലാലിച്ചൻ മുതലാളിയുടെ കൊച്ച്. കൈ നീട്ടിയെങ്കിലും ഭക്തിയോടെ കൊച്ചു ത്രേസ്യ പിൻവലിച്ചു. ത്രേസ്യ ചേച്ചി, അഞ്ജലി വിളിച്ചു. അവളെ നോക്കി കൊച്ചു ത്രേസ്യ ചിരിച്ചു. എല്ലാം മാതാവ് കാത്തു. കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ദിയയോട് കൊച്ചു ത്രേസ്യ ചോദിച്ചു. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രശ്നവുമില്ല അമ്മച്ചി. നീ ആ കൊച്ചിനെ എടുത്ത് എന്റെ കയ്യിലോട്ടൊന്നു താ. ലാലിച്ച മുതലാളിയുടെ കൊച്ചിനെ കയ്യിലെടുക്കാൻ ഒരു മഹാഭാഗ്യം എനിക്കും ഉണ്ടാവട്ടെ. കൊച്ചു ത്രേസ്യയുടെ മനസ്സിലെ ആഹ്ലാദത്തുടുപ്പ് മുഖത്ത് കണ്ടു. ദിയ കുഞ്ഞിനെ ടവലിൽ പൊതിഞ്ഞെടുത്ത് കൊച്ചു ത്രേസ്യയുടെ കയ്യിൽ കൊടുത്തു. ഒരു കാഴ്ചക്കാരിയായി കിടക്കാനേ അഞ്ജലിക്ക് കഴിഞ്ഞുള്ളൂ. എന്തിനവരോട് പരിതപിക്കണം? കുഞ്ഞിനെ ലാലിച്ചിന് കൈമാറാൻ പോവുകയാണ്. കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് താലോലിച്ചുകൊണ്ട് കൊച്ചു ത്രേസ്യ അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു. മോൾ എപ്പോഴാ തിരിച്ചു പോകുന്നത്? കൂരമ്പ് പോലെ ആ ചോദ്യം അഞ്ജലിയുടെ ഹൃദയത്തിൽ തറച്ചു. എപ്പോ തിരിച്ചു പോകുന്നെന്ന് ഒരമ്മയോടാണ് ആ ചോദ്യം. പ്രസവം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഉടനെ കൈമാറാൻ പറ്റുന്ന കാര്യമാണോ? ദിയ ചോദിച്ചു. നീ എന്നതാടി പറയുന്നത്? കൊച്ചിനെ കിട്ടിയാൽ വളർത്താനൊക്കെ അവർക്കറിയത്തില്ലയോ? പെറ്റ ഉടൻ ഉപേക്ഷിച്ചു പോകുന്ന കൊച്ചുങ്ങളെ വളർത്തുന്നു. കുഞ്ഞുമായി കൊച്ചു ത്രേസ്യ അഞ്ജലിയുടെ നേരെ തിരിഞ്ഞു. പ്രസവം കഴിഞ്ഞാലുടൻ ആശുപത്രിയിൽ വെച്ച് കൊച്ചിനെ കൈമാറാമെന്നല്ലേ നിങ്ങൾ ലാലിച്ചൻ മുതലാളിയുമായി ഉണ്ടാക്കിയ കരാറ്? അഞ്ജലി മറുപടി പറഞ്ഞില്ല. അവരുടെ കൊച്ചിനെ വളർത്താനൊക്കെ അവർക്കറിയാം. ലാലിച്ചൻ മുതലാളിയെ വിളിച്ചു വരുത്തി കൊച്ചിനെ കൈമാറിയച്ച് മോൾ ഉദയൻ സാറിന്റെ അടുത്തേക്ക് പോകാനാ നോക്കേണ്ടത്. ഞാൻ പറയുന്നത് ഉദയൻ സാറിനെ കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തണമെന്നാ. രണ്ടുപേർക്കും സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോവാം. വിരോധമൊക്കെ മറന്ന് സ്നേഹത്തോടെ വേണം പിരിയാൻ. ഒരാഴ്ചയെങ്കിലും കുഞ്ഞു മുലപ്പാൽ കുടിച്ചോട്ടെ. ഇത്രയും മാസം കാത്തിരുന്നെങ്കിൽ ഒരാഴ്ച കൂടി അഞ്ജലി ചേച്ചി കുഞ്ഞിന്റെ കൂടെ കഴിയട്ടെ. ദിയയുടെ വാക്കുകൾ അഞ്ജലിക്ക് അമൃതായി തോന്നി. അതുവരെ അഞ്ജലിയെയും കൊച്ചിനെയും എവിടെ കൊണ്ടു നിർത്തുമെന്നാ നീ പറയുന്നത്? കൊച്ചു ത്രേസ്യ ക്ഷോഭിച്ചു. അവർക്ക് വന്ന മാറ്റം അഞ്ജലിയെ അമ്പരപ്പിച്ചു. മേരിയമ്മയുടെ വീട്ടിലേക്ക് തള്ളയും കൊച്ചിനെയും കൊണ്ടുപോകാൻ പറ്റുകയില്ല. അഞ്ജലി ടോണിയുടെ പെണ്ണെന്നാ ആ നാട്ടുകാർ വിശ്വസിച്ചു വച്ചിരിക്കുന്നത്. ഈ കൊച്ചും അവൻ്റേതെന്നാ അവർ കരുതുന്നേ. ദിയ സങ്കടത്തോടെ അഞ്ജലിയെ നോക്കി. അവന്റെ മനസ്സിലും വേണ്ടാത്ത തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാവിലെ അവൻ എന്നെ വിളിച്ചായിരുന്നു. വീട്ടിൽ വെച്ച് പ്രസവം നടക്കട്ടെ എന്ന് അവൻ പറഞ്ഞത് കൊച്ചില്ലാതായി പോയട്ടെ എന്ന് കരുതിയാ. ഞാനൊരു കാര്യം പറയാം, അഞ്ജലിയും കൊച്ചും വീണ്ടും അങ്ങോട്ട് പോയാൽ കൊച്ചിനെ ലാലിച്ച മുതലാളി വന്നു കൊണ്ടുപോകും. അഞ്ജലിക്ക് അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുകയില്ല. ഒരു നടുക്കം അഞ്ജലിയിലുണ്ടായി. അമ്മച്ചി പറയുന്നത് സത്യമാണെന്ന് ദിയയ്ക്കും മനസ്സിലായി. ഉദയൻ സാറിനെ ഇങ്ങോട്ട് വരുത്തണമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ മോളെ. ഫോൺ എടുത്ത് അഞ്ജലി കെട്ടിയോനെ വിളിക്ക്. അഞ്ജലി ദിയയെ നോക്കി. ചാച്ചൻ എന്നെയും വിളിച്ചിരുന്നു. ചേച്ചിയുടെ ആരോഗ്യനില മോശമാണെന്ന് പറഞ്ഞാ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കൊച്ചിനെ കൈമാറാനാ എന്നോട് പറഞ്ഞത്. ചേച്ചിയോട് ഹോസ്പിറ്റലിൽ തുടരാനും. ത്രേസ്യ ചേച്ചി എന്റെ മോളെ അടുത്ത് കിടത്ത്, വിതുമ്പിക്കൊണ്ട് അഞ്ജലി പറഞ്ഞു. കൊച്ചു ത്രേസ്യ കുഞ്ഞിനെ അഞ്ജലിയുടെ അരികിൽ കിടത്തി. അവൾ കുഞ്ഞിനെ ചേർത്തണച്ചു. ഒരാഴ്ചയെങ്കിലും ഞാൻ എന്റെ മോളോടൊപ്പം ജീവിച്ചോട്ടെ, അവൾ കെഞ്ചി പറഞ്ഞു. അത് വേണ്ട മോളെ. ഓരോ ദിവസം കഴിയുന്തോറും കൊച്ചിനോടുള്ള സ്നേഹം കൂടി വരും. പിന്നെ പിരിയാൻ പോലും പറ്റാതാവും. മോൾ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതല്ലേ. ഈ കൊച്ചിനു വേണ്ടിയാ അവർ കാത്തിരിക്കുന്നത്. അതുപോലെ മോൾക്കും ഒരു ജീവിതമുണ്ട്. ആരും എങ്ങും എത്താത്ത ഒരു നിലയിൽ ചെന്ന് ചേരരുത്. അഞ്ജലി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു കരഞ്ഞു. ഉദയന്റെയും സുനന്ദയുടെയും ജീവിതം ഒരു താളത്തിൽ ഒഴുകാൻ തുടങ്ങിയിരുന്നു. വിവാഹം കഴിഞ്ഞ ഉടൻ ഉദയൻ ആവശ്യപ്പെട്ട പ്രകാരം അവൾ ഹോട്ടലിലെ ജോലി ഉപേക്ഷിച്ചു. വെളുപ്പിന് 4 മണിക്ക് അവൾ എഴുന്നേൽക്കും. കുളി കഴിഞ്ഞാവും അടുക്കളയിലേക്ക് കയറുക. ചായ ഉണ്ടാക്കി ജഗ്ഗിലൊഴിച്ച് ചൂട് പോകാതെ ഡൈനിങ് ഹാളിൽ കൊണ്ടുവയ്ക്കും. ഒപ്പം 3 കപ്പുകൾ കഴുകി കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. ചന്ദ്രപ്രഭയ്ക്കും മക്കൾക്കും വേണ്ടിയാണത്. സുജയ്ക്കും പൂജയ്ക്കുമുള്ള ഉച്ചഭക്ഷണവും ടിഫിൻ ബോക്സിലാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കും. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാവും. എന്നിട്ടാവും മുറ്റമടിക്കുന്നത്. ആദ്യമൊക്കെ ചന്ദ്രപ്രഭ കരുതിയത് പ്രീതി പിടിച്ചുപറ്റാനുള്ള അവളുടെ ശ്രമമാണെന്നാണ്. എന്നാൽ ഒരു കടമ പോലെ അവൾ അത് ചെയ്തുകൊണ്ടിരുന്നു. ചന്ദ്രപ്രഭ അത്യാവശ്യത്തിന് മാത്രമേ അവളോട് മിണ്ടാറുള്ളൂ. അതും 2-3 വാക്ക്. പറയുന്നത് കേൾക്കും, അനുസരിക്കും. മറു ചോദ്യമോ സംശയമോ ഒന്നുമില്ല. സുജയും പൂജയും പോയാൽ സുനന്ദ അവരുടെ ഡ്രസ്സുകൾ കഴുകി ഉണക്കി അയൺ ചെയ്ത് അലമാരകളിൽ വെക്കും. ആദ്യമൊക്കെ സുജ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സുനന്ദ അത് കാര്യമാക്കിയില്ല. ക്രമേണ അവർ അവളിൽ നിന്നും പാലിച്ച അകലം കുറഞ്ഞു വന്നു. എങ്കിലും അവരെ കയ്യിലെടുക്കാനോ സ്നേഹം പിടിച്ചു പറ്റാനോ സുനന്ദ ശ്രമിച്ചില്ല. ഉദയന്റെ അമ്മയും അനിയത്തിമാരും തന്നോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് അവൾ ശ്രദ്ധിക്കാനേ പോയില്ല. അവളെ സംബന്ധിച്ച് തനിക്ക് കിട്ടിയ ജീവിതം പരാതിയും പരിഭവമില്ലാതെ ജീവിക്കുക മാത്രമായിരുന്നു. ഉദയന്റെ മുന്നിൽ വെച്ച് അഞ്ജലിയെപ്പറ്റി ആരും സംസാരിക്കാതെയായി. അമ്മയും മക്കളും തമ്മിൽ അഞ്ജലിയെപ്പറ്റി ഒരു പരാമർശമുണ്ടായാൽ സുനന്ദ അവിടെ നിന്ന് സ്വയം ഒഴിഞ്ഞുകൊടുക്കും. കേൾക്കേണ്ടത് മാത്രം കേൾക്കുക,
കാണേണ്ടത് മാത്രം കാണുക, അതായിരുന്നു അവളുടെ സമീപനം. ഉദയന്റെ സ്നേഹം ഒരുതരം പക തീർക്കാനുള്ള ലഹരിയോടെയായിരുന്നു. അതും അവൾക്കറിയാമായിരുന്നു. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അയാൾ അവളെ ബൈക്കിന്റെ പിന്നിലിരുത്തി എവിടെയെങ്കിലും ചുറ്റിയടിക്കും. ആ യാത്ര ആസ്വദിക്കാനല്ലെന്നറിയാമെങ്കിലും ഭർത്താവിൽ നിന്ന് കിട്ടുന്ന പരിഗണനയിൽ അവൾ സംതൃപ്തയായിരുന്നു. അന്ന് രാവിലെ സുനന്ദ മുറ്റമടിച്ചു നിന്നപ്പോൾ ഗേറ്റ് കടന്ന ഒരാൾ അല്പം മുടന്തോടെ അകത്തേക്ക് വന്നു. അത് സതീശനായിരുന്നു. ഉദയനില്ലേ? ഉണ്ട്. സതീശൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. അവൾ അകത്തേക്ക് കയറിപ്പോയി. കണ്ടവന്റെ വീടിന്റെ മുറ്റമടിക്കേണ്ട ഗതികേടൊന്നും അവൾക്ക് വന്നിട്ടില്ലെന്ന് പരിഹാസത്തോടെ സതീശൻ ഓർത്തു. അവളിപ്പോ ലാലിച്ചന്റെ പട്ടുമത്തയിൽ ശയിക്കുന്നുണ്ടാവും. ഉദയൻ പുറത്തേക്ക് വന്നു. സതീശനെ കണ്ടതും നെറ്റിച്ചുളിച്ച് അയാൾ മുറ്റത്തിറങ്ങി. എന്താ? ആ വീടും പറമ്പും കച്ചവടമാക്കി കിഴവനെയും കൊണ്ട് ബേപ്പൂരിലേക്ക് പോകുക. ഉദയനെ കണ്ട് അതൊന്ന് പറയാനാ രാവിലെ ഇങ്ങോട്ട് വന്നത്. അതെങ്ങനെ സാധിച്ചു? സതീശൻ ചിരിച്ചു. അവളും ചെക്കനും തിരിഞ്ഞു നോക്കില്ലെന്ന് കിഴവന് മനസ്സിലായി. ഞങ്ങൾ കളഞ്ഞേച്ചു പോകുമെന്നോ ഉറപ്പായപ്പോഴാ വിൽക്കാൻ സമ്മതിച്ചത്. എന്തായാലും അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഉദയന്റെ ഉള്ളിൽ ഒരു ചിരിയുണ്ടായി. നഷ്ടം എനിക്ക് മാത്രമാ ഉദയ, ലാഭം നിനക്കും അവൾക്കും. നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് കിട്ടി. കൂട്ടിനൊരു പെണ്ണുമായി. അവൾ കോടീശ്വരന്റെ കൊച്ചിന്റെ അമ്മയുമായി. നിങ്ങൾ അതിബുദ്ധി കാണിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞോ നിങ്ങളോട് ഊട്ടിയിൽ വരാൻ? അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ലാലിച്ചിന്റെ കൂടെ കൂടാമായിരുന്നില്ലേ? നീ എനിക്ക് എന്തെങ്കിലും തരണം, തന്നേ പറ്റൂ. ഒരു പെട്ടിക്കട തുടങ്ങാനുള്ള പണം മതി, ഞാൻ വരും. ഉദയൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ സതീശൻ മുടന്തോടെ തിരിഞ്ഞു നടന്നു. ഉദയൻ മുറ്റത്തു നിന്ന് വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ ചന്ദ്രപ്രഭ നിൽപ്പുണ്ടായിരുന്നു. സതീശൻ എന്തിനാ വന്നത്? അവരാ വീടും പറമ്പും വിറ്റ് എവിടേക്കോ പോകുന്ന കാര്യം പറയാൻ. ഉദയൻ അകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രപ്രഭയുടെ ഉള്ളു പിടഞ്ഞു. അഞ്ജലി വരുമെന്ന് മക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ ദൈവമേ, അവൾ വന്നാൽ തല ചായ്ക്കാൻ ഒരിടം പോലും ഇല്ലാതായല്ലോ. ഓട്സ് കുറുക്കിയത് സ്പൂണിൽ കോരി ലാലിച്ചൻ സെലീനയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ ചുണ്ടിൽ പറ്റുന്നതൊക്കെ ശ്രദ്ധയോടെ അയാൾ ടവൽ കൊണ്ട് ഒപ്പിയെടുത്തു. മതി ചായ. സെലീന മടുപ്പ് കാണിച്ചപ്പോൾ അയാൾ പ്ലേറ്റും സ്പൂണും മാറ്റിവെച്ചു. മടുത്തു, നമുക്ക് വീട്ടിലേക്ക് പോകാം, അവൾ പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടാൽ ഡോക്ടർ പോകാൻ പറയും. നിന്റെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടാൽ നമുക്ക് മംഗലാപുരത്തിന് പോകാമെന്നാ ഞാൻ കരുതുന്നത്. ഒരാഴ്ച കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ തുടരാം. കുറച്ചുനേരം സെലീന നിശബ്ദയായിരുന്നു. ലാലിച്ചൻ അവൾക്ക് ടാബ്ലറ്റ് കൊടുത്തു. അബോർട്ട് ചെയ്യാതിരുന്നെങ്കിൽ അഞ്ജലി ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ചേനെ. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരാവേശത്തിന് അവൾ അതിന് തയ്യാറായി. വീണ്ടും വിചാരമുണ്ടായപ്പോൾ തിരുത്തി. നമ്മൾ അങ്ങനെ കരുതിയാ മതി. തെറ്റുപറ്റിപ്പോയത് എനിക്കാ. എന്റെ നിർബന്ധത്തിന് ഇച്ചായം വഴങ്ങാതിരുന്നെങ്കിൽ ബാംഗ്ലൂരിൽ കണ്ടെത്തിയ ആ സ്ത്രീയിൽ നമുക്കൊരു കുഞ്ഞിനെ കിട്ടിയേനെ. ഇനിയും നമുക്ക് ആ വഴിക്ക് നീങ്ങാമല്ലോ. ഒരു കണക്കിന് ഇതിങ്ങനെ അവസാനിച്ചത് നന്നായെന്നാ എനിക്കിപ്പോ തോന്നുന്നത്. കുഞ്ഞിന്റെ അമ്മ അവളാന്നറിഞ്ഞ നിലയ്ക്ക് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ഉൾക്കൊള്ളാനാവില്ല. നിന്നെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമാണ് എനിക്കുള്ളത്. ഞാൻ ഇനി എത്ര കാലത്തേക്ക്? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇച്ചായനൊന്നും പറയണ്ട. ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നില്ല. ഇച്ചായനോട് ഡോക്ടർ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു. ട്യൂമറിന്റെ വ്യാപ്തി വലുതായിരിക്കുന്നു. അതെവിടെയൊക്കെ വ്യാപിച്ചെന്ന് എനിക്കറിയാം. ലാലിച്ചൻ തളർന്നുപോയി. ഇച്ചായനെ തനിച്ചാക്കി എനിക്ക് പോയേ പറ്റൂ. സമാധാനത്തോടെ യാത്ര പറയാൻ എനിക്ക് കഴിയില്ല. കൂട്ടിനൊരു കുഞ്ഞെങ്കിലും. സെലീന വിങ്ങിക്കരഞ്ഞു. ടവൽ കൊണ്ട് അവളുടെ കണ്ണും കവിളും ഒപ്പുമ്പോൾ ലാലിച്ചനും കരയുകയായിരുന്നു. സെല്ല് റിങ് ചെയ്യാൻ തുടങ്ങി. ഫോൺ എടുത്തു നോക്കിയപ്പോൾ കൊച്ചു ത്രേസിയുടെ കോളാണെന്ന് മനസ്സിലായി. ഫോണുമായി ലാലിച്ചൻ റൂമിന് പുറത്തേക്ക് പോയി. കോറിഡോറിൽ നിന്ന് അയാൾ കോൾ അറ്റൻഡ് ചെയ്തു. പറ ലാലിച്ചന. എന്നോട് പൊറുക്കണേ മുതലാളി. കൊച്ചു ത്രേസിയുടെ പൊട്ടിക്കരച്ചൽ കാതിൽ വീണു. നിന്ന് മോങ്ങാതെ കാര്യം എന്താണെന്ന് പറ. പിന്നീട് കേട്ട വാക്കുകൾ അയാളുടെ സിരകളിലൂടെ വൈദ്യുതി പ്രവാഹം പോലെ പാഞ്ഞുപോയി. മുതലാളിയുടെ കൊച്ചിനെ ഇല്ലാതാക്കി കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. കൂടെ നിന്ന് ചതിച്ചത് നീയായിരുന്നു അല്ലേടി? പറയടി, അവൾ എവിടെയുണ്ട്? ലാലിച്ചന്റെ സ്വരം കോറിഡോറിൽ പ്രതിധ്വനിച്ചു. കരച്ചിലിനിടയിൽ കൊച്ചു ത്രേസിയിൽ നിന്ന് കോട്ടയത്തെ പ്രശസ്തമായ ഹോസ്പിറ്റലിന്റെ പേര് വീണു. അഞ്ജലി പ്രസവിച്ചത് പെൺകൊച്ചിനെയാ. കൊച്ചിനെ കൈമാറാൻ അവൾ കാത്തിരിക്കുക. എത്രയും വേഗം മുതലാളി വന്ന് കൊച്ചിനെ ഏറ്റുവാങ്ങണം. ലാലിച്ചൻ കോള് കട്ട് ചെയ്തു. അഞ്ജലി വാക്കുപാലിച്ചു. തൻ്റെ കുഞ്ഞ് ജന്മം കൊണ്ടിരിക്കുന്നു. ലാലിച്ചനൊരു മകൾ. തണുത്തുറഞ്ഞ ശില പോലെ ലാലിച്ചൻ നിന്നു. അടുത്ത ലക്കം തുടർന്ന് കേൾക്കാം.